ഓൺലൈൻ ടീച്ചർ. സോ ഇത്തവണ ക്രിസ്മസ് എക്സാമിന് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും ഓരോ പാഠത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ എല്ലാം വൺ ഷോട്ട് റിവിഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ചെയ്തതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബാക്കിയുള്ളത് ചെയ്തതനുസരിച്ച് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇടയ്ക്ക് നമ്മുടെ ചാനൽ പേജ് കയറി നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കും. ദെൻ നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 199 ക്രിസ്മസ് റിവിഷൻ ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് നമ്പറിൽ I+2 ക്രിസ്മസ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സോ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ്, ഇതിൽ നിന്ന് വളരെ കുറച്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മേ ബി ചോദിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെത് അത് വെൽത്ത് ഡെഫിനേഷനാണ്. ബുക്ക് ഇറങ്ങിയത് 1776 ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. അതെന്തായാലും പഠിച്ചിരിക്കണം. ബാക്കി ഇതിൽ ഒത്തിരി ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ ആ ഡെഫിനേഷൻസ് ഓരോരുത്തരും അതാരുടേതാണ്, ആ ഓതറിൻ്റെ പേര്, ബുക്കിൻ്റെ പേര്, ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. എക്കോണമിക് ആക്ടിവിറ്റീസ് 3 എണ്ണമാണുള്ളത്. പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓർത്തിരിക്കുക. ദെൻ ഇതിൽ മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 എക്കണോമിക് പ്രോബ്ലംസ് ഏതൊക്കെയാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളത് 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പിന്നെ നമ്മൾ ഇതിൽ പല ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് കാണുന്നത്. ക്യാപിറ്റലിസം കാണുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ മാർക്കറ്റ് കാണുന്നുണ്ട്, സോഷ്യലിസം കാണുന്നുണ്ട്, ക്യാപിറ്റലിസം, സോഷ്യലിസം, അതുപോലെ തന്നെ മിക്സഡ് എക്കോണമി. ഇത് 3 നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. എന്താണ് പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ്, എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് നമുക്കൊരു PPC കർവ് തന്നിട്ട് PPC കർവിൻ്റെ മുകളിലൊരു പോയിൻറ്റ്, PPC കർവിലൊരു പോയിൻറ്റ്, താഴെ ഒരു പോയിൻറ്റ്, ഈ 3 പോയിൻറ്റുകൾ എന്തൊക്കെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചേക്കാം. ഇതെല്ലാം നമ്മൾ നമ്മുടെ റിവിഷൻ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അത്യാവശ്യം നല്ല വലിയൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതായിട്ട് പറയുന്നത്, ചാപ്റ്റർ ഫുൾ പഠിക്കുന്ന ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവർ അതല്ലാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ്? ഒരു കമ്മോഡിറ്റി വോൺ സാറ്റിസ്ഫൈങ് പവറാണ്. അത് കാർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ അത് രണ്ടും ആരുടേതാണെന്നുള്ളത് പഠിക്കണം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പഠിക്കണം. ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്? ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്, ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഒരു 3 എണ്ണം വരുന്നുണ്ട്. ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ്റെ ഈക്വേഷൻ P1x1 + P2x2 = ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് സ്ലോപ്പ്, ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് പഠിക്കണം. ഇങ്ങനെ വരും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. ആ ഒരു വീഡിയോയിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം 8 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നിർബന്ധമായിട്ട് പഠിക്കണം. അതിൻ്റെ ആ ഒരു ഫിഗർ വരയ്ക്കാനും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ എന്താണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് 5 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ദെൻ ഡിമാൻഡ് കർവിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ വരച്ച് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചേക്കാം. പിന്നെ ഡിമാൻഡിൽ ഷിഫ്റ്റ് അങ്ങനെ കാര്യമായിട്ട് ചോദിച്ച് കാണുന്നില്ല. അപ്വേർഡ് മൂവ്മെൻറ്റ്, ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, ഷിഫ്റ്റ്, അപ്വേർഡ് ഷിഫ്റ്റും ഡൗൺവേർഡ് ഷിഫ്റ്റും ഒക്കെ ഇല്ല. അതങ്ങനെ കാര്യമായിട്ട് ചോദിച്ച് കാണാറില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ പറയുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാകും. പിന്നെ 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, അതായത് യൂണിറ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, അങ്ങനെ 5 എണ്ണം വരുന്നുണ്ട്. അത് വിത്ത് ഫിഗർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. എന്താണ് ഐസോപോണ്ട് എന്ന് പഠിക്കണം. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. ദെൻ TP, AP, MP ഇത് 3 തമ്മിലുള്ള ബന്ധം പഠിക്കണം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് പഠിക്കണം. ആ ഒരു ലോ എന്തായാലും പഠിക്കണം.
പിന്നെ AP, MP ഒക്കെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഇതിൽ നമുക്ക് കുറേ ഇക്വേഷൻസാണ് വരുന്നത്. ആ ഇക്വേഷൻസ് ഓരോന്നും പഠിക്കണം. ടോട്ടൽ കോസ്റ്റ് കാണാൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാണാൻ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക. അങ്ങനെ ഡോൺ വറി, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ വൺ ഷോട്ട് റിവിഷനിൽ വരുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ഇതിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ കോസ്റ്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 8 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് ഈ ഒരു പാഠത്തിൽ നിന്ന്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ റിട്ടേൺസ് സ്കെയിലിൻ്റെ 3 സ്റ്റേജസ് ഉണ്ടല്ലോ, CRS, IRS, DRS, അതും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ 4ാമത്തെ ചാപ്റ്ററാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ആ ഒരു 3 കണ്ടീഷൻസ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷന് 3 കണ്ടീഷൻസും അത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കാനുമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ ഫേമിൻ്റെ സപ്ലൈ കർവ് ഏതാണ്, ഷട്ട് ഡൗൺ പോയിന്റ് ഏതാണ്, സപ്ലൈ കർവിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഇത്രയും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം. ദെൻ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആകെ ഒരു 3 ചോദ്യങ്ങളാണ് ഉള്ളൂ. അതായത് ഒന്ന് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തേത് പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസും. ഓക്കെ, ഇക്വിലിബ്രിയം പിന്നെ ആ ഒരു ഗ്രാഫ് വരയ്ക്കാനും അതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാനും ആ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരും. പിന്നെ പ്രൈസ് സീലിംഗ് എന്താണ്, അത് വിത്ത് ഡയഗ്രാം വരയ്ക്കണം, 5 മാർക്കിന് ചോദിക്കും. ഫ്ലോർ പ്രൈസും വിത്ത് ഡയഗ്രാം വരയ്ക്കണം, 5 മാർക്കിന് ചോദിക്കും. ദെൻ മാക്രോ എക്കണോമിക്സിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, മാക്രോ എക്കണോമിക്സിൽ ആദ്യത്തെ പാഠം വളരെ ചെറുതാണ്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ എഫക്ട്സ് ഈ കണക്കുകൾ വെച്ചിട്ട് വേണം കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ എത്ര ശതമാനം കുറഞ്ഞു കൂടി എന്നുള്ളത്. അങ്ങനെയാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ട് ഇത് 4 മാർക്കിന് വരും. പിന്നെ അതേപോലെ തന്നെ ഒരു എക്കോണമിയിലുള്ള 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്, 4 സെക്ടേഴ്സ്, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ, അത് 2 മാർക്കിനും ചോദിക്കും. ദെൻ നമ്മുടെ 2ാമത്തെ പാഠം നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വേരിയബിൾ 2 മാർക്കിന് ചോദിക്കും. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മേ ബി കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും ഇക്വേഷൻസ് പഠിച്ചിരിക്കുക. പിന്നെ GDP ഒരു മെഷർ ഓഫ് വെൽഫെയർ ആയിട്ട് കാണാൻ പറ്റാത്തതിന് 3 റീസൺസ് 5 മാർക്കിന് ചോദിച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ GDP ഡിഫ്ലേറ്റർ കാണാൻ വേണ്ടിയിട്ട് ഒരു 2 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഇതിൽ നിന്ന് വരും. 3ാമത്തെ പാഠമാണ് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് ഫങ്ഷൻസ് ഓഫ് മണി പഠിക്കണം, അതൊരു 3-4 മാർക്കിന് ചോദിച്ചേക്കാം. പിന്നെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കും ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടത് മോണിറ്ററി പോളിസി, RBI യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസും ഉണ്ട്. അത് 8 മാർക്കിന് മിക്ക വർഷങ്ങളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആയിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. പിന്നെ മണി മൾട്ടിപ്ലയറിന് ഒരു ചെറിയ ക്വസ്റ്റ്യൻ 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ദെൻ 4ാമത്തെ പാഠം കൂടി നമുക്കുള്ളൂ, ഇൻകം ഡിറ്റർമിനേഷൻ. ഇൻകം ഡിറ്റർമിനേഷനിൽ നിന്ന് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ, അതായത് ഒരു 2 സെക്ടർ എക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ C ബാർ പ്ലസ് I ബാർ പ്ലസ് CY ആണല്ലോ, അത് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇക്വിലിബ്രിയം ഇൻകം കാണാൻ പഠിക്കണം. ഇക്വിലിബ്രിയം ഇൻകം കാണാൻ C ബാർ പ്ലസ് I ബാർ ഡിവൈഡഡ് ബൈ 1 - C. അതുപോലെ തന്നെ MPC MPS കാണാനും വേണ്ടിയിട്ട് പഠിക്കണം. ഈ ഒരു 4 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പിന്നെ ഇക്വിലിബ്രിയം ഇൻകം കാണുമ്പോൾ ഇക്വിലിബ്രിയം ഇൻകത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും പഠിക്കണം കേട്ടോ. സപ്ലൈ കർവ് വരയ്ക്കുന്നു, ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു, ഇതാണ് ഇക്വിലിബ്രിയം ഇൻകം എന്നുള്ള രീതിയിൽ ആ ഒരു ഗ്രാഫ് വരയ്ക്കാനും പഠിക്കണം. ഒട്ടും വിഷമിക്കേണ്ട, ഇതെല്ലാം നിങ്ങൾക്ക് റിവിഷൻ വീഡിയോയിൽ 1 ഷോട്ട് റിവിഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.